ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 അലോങ് ദ കോസ്റ്റിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വൈ ഈസ് ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നാരോവർ ദാൻ ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ? എന്തുകൊണ്ടാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ വന്നിട്ട് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനേക്കാളും നാരോ ആണെന്ന് പറയാൻ കാരണം? ഇപ്പൊ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ വന്നിട്ട് വളരെയധികം നാരോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗാർഡ്സിലുള്ള മൗണ്ടൻ റേഞ്ചസ് വന്നിട്ട് സീന് വെരി ക്ലോസും ആണ്, അതുപോലെ തന്നെ അതിന്റെ പാരലായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് വന്നിട്ട് അറേബ്യൻ സീന്റെയും അതുപോലെ മൗണ്ടൻസിന്റെയും ഇടയിൽ ഉള്ള ഒരു ലാൻഡ് പറയുന്നത് വളരെ കുറവായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ പറയുന്നത് വൈഡർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് ഇൻലാൻഡിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് വന്നിട്ട് റിവേഴ്സിന് കൂടുതൽ സെഡിമെന്റ്സ് ആ ഒരു ഏരിയയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും അങ്ങനെ ബ്രോഡ് പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The western coastal plain is narrow because the Western Ghats mountain range runs parallel and very close to the sea. This leaves only a small strip of land between the mountains and the Arabian Sea. The eastern coastal plain is wider because the Eastern Ghats are farther inland. This allows larger rivers to deposit sediments over a wider area, creating broad plains. Question: list the major ports on the coastal regions of India. ഇന്ത്യയിലുള്ള കോസ്റ്റൽ റീജിയൻസിൽ കാണപ്പെടുന്ന മേജർ ആയിട്ടുള്ള പോർട്സിനെ ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയൻസിൽ വന്നിട്ട് കുറെ പോർട്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ വെസ്റ്റേൺ കോസ്റ്റിലും പോർട്സ് ഉണ്ട്, അതുപോലെ ഈസ്റ്റേൺ കോസ്റ്റിലും പോർട്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വെസ്റ്റേൺ കോസ്റ്റിന്റെ പോർട്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വെസ്റ്റേൺ കോസ്റ്റിൽ വരുന്ന പോർട്ടുകൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള മുംബൈ പോർട്ട്, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നിവയൊക്കെയാണ്. പിന്നെ ഗോവയിലുള്ള മോർമുഗാവോ പോർട്ട്, അതുപോലെ കർണാടകയിലുള്ള ന്യൂ മംഗലാപൂർ പോർട്ട്. പിന്നെ വരുന്നത് ഗുജറാത്തിലാണ്, അതായത് കാൻഡ്ല പോർട്ട്, ഹസീറ പോർട്ട്, വേറവൽ പോർട്ടൊക്കെ ഇതിനകത്ത് പെടും. ഇനി ഈസ്റ്റേൺ കോസ്റ്റിലുള്ള പോർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വെസ്റ്റ് ബംഗാളിനകത്തുള്ള കൊൽക്കത്ത പോർട്ടും ഹാൽദിയ പോർട്ടും ആണ് ഇവിടെ ഈസ്റ്റേൺ കോസ്റ്റിൽ വരുന്ന മേജർ പോർട്സ്. പിന്നെ തമിഴ്നാട്ടിലുള്ള ചെന്നൈ പോർട്ട്, അതുപോലെ ആന്ധ്രാപ്രദേശിലുള്ള വിശാഖപട്ടണം പോർട്ടും കക്കിനാഡ പോർട്ടും ആണ്. പിന്നെ തമിഴ്നാട്ടിൽ ഒരു പോർട്ടും കൂടിയുണ്ട്, ടൂട്ടിക്കോറിൻ പോർട്ട്. പിന്നെ ഒഡീഷയിൽ വരുന്ന പാരാദ്വീപ് പോർട്ട് എന്നിവയൊക്കെയാണ് വെസ്റ്റേൺ കോസ്റ്റിലും ഈസ്റ്റേൺ കോസ്റ്റിലും ഉൾപ്പെടെയുള്ള കോസ്റ്റൽ റീജിയൻസിലുള്ള എല്ലാ പോർട്സും ആണ് ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ ലഗൂൺ? ലഗൂൺ പറഞ്ഞാൽ എന്താണ്? ലഗൂൺ എന്ന് പറയുന്നത് ഒരു ലാർജർ സീയിൽ നിന്നും സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന ഒരു ഷാലോ ബോഡി വാട്ടർ ആണ്. അപ്പൊ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നത് ഒരു സാൻഡ് ബാർ അല്ലെങ്കിൽ സ്പിറ്റ് അല്ലെങ്കിൽ കോറൽ റീഫ് മൂലമാണ്. ഇപ്പൊ കേരളത്തിൽ കാണപ്പെടുന്ന കായൽസ് അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് ഒക്കെ ഈ ഒരു ടൈപ്പ് ലഗൂണിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ ലഗൂൺസ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഐലൻഡ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറും കൂടിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A lagoon is a shallow body of water that is separated from the larger area. This separation is usually by a barrier such as a sandbar, a spit, or a coral reef. The backwaters or kayals of Kerala are a type of lagoon. Lagoons are characteristic features of the Lakshadweep Islands as well. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: which coast of India receives rainfall during തുലാവർഷം? തുലാവർഷത്തില് ഇന്ത്യയിലുള്ള ഏത് കോസ്റ്റിലാണ് റെയിൻഫാള് റിസീവ് ചെയ്യുന്നത്? തുലാവർഷം എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉണ്ടാവുന്ന മഴയുടെ മലയാളം നെയിമാണ്. ഇപ്പൊ ഈ ഒരു റെയിൻഫോൾ വന്നിട്ട് റിട്രീറ്റിംഗ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ മൂലമാണ് ഉണ്ടാവുന്നത്. അപ്പൊ കേരളത്തിലുള്ള മലബാർ കോസ്റ്റിലാണ് ഈ ഒരു റെയിൻ റിസീവ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈസ്റ്റേൺ സൈഡിലുള്ള കോറമന്റൽ കോസ്റ്റിലും ഈ ഒരു സീസണിൽ തുലാവർഷം ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. തുലാവർഷം is the Malayalam name for the rains that occur during October and November. This rainfall is caused by the retreating northeast monsoon. The Malabar coast in Kerala receives this rain. The Coromandel coast on the eastern side receives its main rainfall during this season. Question: where is Indira Point located and what is its significance? Indira Point എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പൊ ഇന്ദിര പോയിന്റ് വന്നിട്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ പാർട്ടായിട്ടുള്ള ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് ആണ്.
അത് മാത്രമല്ല 2004 ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ ഓഷ്യൻ സുനാമിയിൽ ഇതിന്റെ ഒരു ലാർജ് പാർട്ട് വന്നിട്ട് സീന്റെ അണ്ടറിൽ സബ്മേർജ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Indira Point is located in the Great Nicobar Island, which is part of the Andaman Nicobar Islands. Its significance is that it is the southernmost point of the Republic of India. A large part of this point was submerged under the sea during the 2004 Indian Ocean tsunami. It serves as a key geographical marker for the country. Question. Name two major ports on the Konkan coast. Konkan coast വരുന്ന രണ്ട് മേജർ പോർട്സ് നെയിം ചെയ്യുക. അപ്പോൾ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് സബ്മേർജ്ഡ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ പോർട്സ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള പോർട്ട് എന്ന് പറയുന്നത് ഗോവയിലുള്ള മൊർമുഗാവോ പോർട്ടാണ്. പിന്നെ വരുന്നത് നാവസേവ പോർട്ടാണ്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട് ജവഹർലാൽ നെഹ്റു പോർട്ട്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Konkan coast has several important ports due to its nature as a submerged coast. One major port is Mormugao in Goa. Another major one is the Navaseva port, also known as Jawaharlal Nehru port in Navi, Mumbai. These ports are vital for India's international trade. Question. Where is Chilka Lake located and why is it important? Chilka Lake എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ഇപ്പോൾ ചിൽക്ക ലേക്ക് വന്നിട്ട് നോർത്തേൺ സിർക്കാസ് കോസ്റ്റിലുള്ള ഒഡീഷ സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ലേക്സുകളിൽ ഒരു ലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് വിന്റർ സമയങ്ങളിൽ കാണപ്പെടുന്ന മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അത് മാത്രമല്ല ഫിഷിങ്ങിനും ടൂറിസം ഒക്കെ ഇതൊരു മേജർ സെൻറ്ററും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ചിൽക്ക ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഒഡീഷ ഓൺ ദ നോർത്തേൺ സിർക്കാസ് കോസ്റ്റ്. It is a large brackish water lagoon and one of the largest lakes in India. It is an important habitat for a vast range of migratory birds that come here in winter. It is also a major center for fishing and tourism. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question. What are the major economic activities found in the coastal region? കോസ്റ്റൽ റീജിയനിൽ കാണപ്പെടുന്ന മേജർ ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? കോസ്റ്റൽ റീജിയനിലെ ജനങ്ങളുടെ മേജർ ആയിട്ടുള്ള ജോബ് അല്ലെങ്കിൽ മെയിൻ ജോബ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറും ഫിഷിംഗും ആണ്. അപ്പോൾ ഇതുകൂടാതെ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ്, ഫിഷ് പ്രോസസ്സിംഗ്, സോൾട്ട് മേക്കിംഗ് ഒക്കെയാണ് മറ്റു എക്കണോമിക് ആക്ടിവിറ്റീസ്. പിന്നെ ടൂറിസം വന്നിട്ട് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറേ പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ഇതിൽ കൂടെ കഴിയുന്നു. പിന്നെ പോർട്സ് ആണ് ഇവിടെ വരുന്ന മറ്റ് ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റി പറയുന്നത്. അപ്പോൾ ഈ പോർട്സ് വന്നിട്ട് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Agriculture and fishing are the main jobs for people in the coastal region. There are also industries based on minerals, shipbuilding, fish processing, and salt making. Tourism is growing and provides many jobs. Ports are very important for the economy as they help with the export and import of goods. Question. What is the main occupation in the Lakshadweep Islands? ലക്ഷദ്വീപ് ഐലൻഡ്സിലെ മെയിൻ ഓക്യുപ്പേഷൻ എന്താണ്? ലക്ഷദ്വീപ് ഐലൻഡ്സിലുള്ള ജനങ്ങളുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അവിടെ ക്യാച്ച് ചെയ്യുന്ന മെയിൻ ഫിഷ് എന്ന് പറയുന്നത് ടൂണയാണ്. പിന്നെ വരുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിൽ വരുന്ന മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോക്കനട്ട് കൾട്ടിവേഷൻ ആണ്. പിന്നെ കൊയർ മേക്കിങ്ങും ടൂറിസം ഒക്കെയാണ് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകം സോഴ്സസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The main occupation for the people of the Lakshadweep Islands is fishing. The surrounding sea is rich in marine life and tuna is a main fish caught here. Coconut cultivation is the main agricultural activity. Coir making and tourism are other important sources of income. Question. How do mangroves protect the coast? Mangroves എങ്ങനെയാണ് കോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇപ്പോൾ മാംഗ്രോവ്സിന് വന്നിട്ട് ഡെൻസും കോംപ്ലക്സും ആയിട്ടുള്ള റൂട്ട് നെറ്റ്വർക്ക് ആണ് ഉള്ളത്. അപ്പോൾ ഈ റൂട്ട് സിസ്റ്റം വന്നിട്ട് സോയിലിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് മൂലം വേവ്സിന് അതിന് വാഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ കോസ്റ്റൽ ഇറോഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ഈ ഡെൻസ് ഫോറസ്റ്റ് വന്നിട്ട് ഒരു നാച്ചുറൽ വോളായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് സൈക്ലോൺസ്, സുനാമീസിൽ നിന്നുള്ളൊക്കെ വേവ്സും അവരെ സ്ട്രോങ് വിൻഡ്സിൻ്റെ ഫോഴ്സൊക്കെ ഇത് ബ്രേക്ക് ചെയ്യും. പിന്നെ മാംഗ്രോവ്സിൻ്റെ പിന്നിൽ താമസിക്കുന്ന ജനങ്ങളുടെ പ്രോപ്പർട്ടിയും ലൈഫ്സൊക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Mangroves have a dense and complex network of roots that grow above and below the ground. This root system holds the soil together and prevents it from washing away by waves, thus reducing coastal erosion.
The dense forest acts as a natural wall, breaking the force of strong winds and waves from cyclones and tsunamis. This protects the lives and property of people leaving behind the mangroves. Question: Why are coastal plains densely populated? എന്തുകൊണ്ടാണ് coastal plains densely populated ആണെന്ന് പറയുന്നത്? കോസ്റ്റൽ പ്ലെയിൻസ് വന്നിട്ട് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. കാരണം ഇവിടെ ഹ്യൂമൻ സെറ്റിൽമെന്റിന് വേണ്ടിയുള്ള കുറെ അഡ്വാൻറ്റേജസ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ലാൻഡ് പറയുന്നത് ഫ്ലാറ്റ് ആണ്, അവിടുത്തെ സോയിൽ പറയുന്നത് ഫെർട്ടൈൽ ആണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിനും കൺസ്ട്രക്ഷനൊക്കെ ഇത് നല്ലൊരു സ്ഥലമാണ്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് പറയുന്നത് മോഡറേറ്റ് ആണ്, അതായത് കൂടുതൽ ചൂടുമില്ല കൂടുതൽ തണുപ്പുമല്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഇൻഡസ്ട്രി, ടൂറിസം, ഫിഷിംഗ്, ട്രേഡ് പോലെയുള്ള കുറെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Coastal plains are densely populated because they offer many advantages for human settlement. The land is flat and the soil is fertile, which is good for agriculture and construction. The climate is moderate, neither too hot nor too cold. There are plenty of economic opportunities like fishing, trade through ports, industry, and tourism. Subscribe to this channel for more videos like this. Question: What is a sea stack? Sea stack പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സീ സ്റ്റാക്ക് എന്ന് പറയുന്നത് വേവ് ഇറോഷൻ മൂലം ക്രിയേറ്റ് ആവുന്ന ലാൻഡ് ഫോം ആണ്. ഇപ്പോൾ ഇതാദ്യം സീ ആർക്ക് പോലെയാണ് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു സീ ആർക്കിന്റെ റൂഫ് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ, അതായത് കണ്ടിന്യൂസ് ഇറോഷൻ മൂലം ഇത് കൊളാപ്സ് ആയി പോയി കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് ആവുന്നത് ആ റോക്കിന്റെ പില്ലർ മാത്രമായിരിക്കും. ഈ ഒരു റോക്കിന്റെ ഡിറ്റാച്ച്ഡ് പില്ലറിനെയാണ് സീ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A sea stack is a landform created by wave erosion. It starts as a sea arc, which is a hole through a headland. When the roof of the sea arc collapses due to continuous erosion, a pillar of rock is left standing alone in the sea. This detached pillar of rock is called as sea stack. Question: How can we overcome the natural disasters? Natural disasters നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ കഴിയുക? ഇപ്പോൾ കോസ്റ്റൽ റീജിയൻസിൽ ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടും ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഇൻവോൾവ് ചെയ്തിട്ടും ജനങ്ങൾക്ക് ഏർലി വാർണിംഗ്സ് നൽകണം. എന്നിട്ട് അവർ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ പറയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കോസ്റ്റൽ റിസോഴ്സസ് വന്നിട്ട് വൈസ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ലോക്കൽ പീപ്പിളിന് അത് ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ കറക്റ്റ് യൂസ് ചെയ്യാനുള്ള പ്ലാനിങ്ങും നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാനും കഴിയുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Climate change and natural disasters in coastal areas need to be carefully watched. It is important to give early warnings and be prepared, involving local communities and using modern technology. Planning and protecting resources is essential for using coastal resources wisely and benefiting local people. Sustainable development can only happen if everyone works together. Question: What is India's only active volcano and where is it located? ഇന്ത്യയിലുള്ള ഒരൊറ്റ ആക്റ്റീവ് വോൾക്കാനോ ഏതാണ്, അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇന്ത്യയിലുള്ള ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത് ബാരൻ ഐലൻഡ് ആണ്. ഇത് വന്നിട്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനകത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ആൻഡമാൻ സീലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അതായത് ആൻഡമാൻ നിക്കോബാറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പോർട്ട് ബ്ലെയറിൽ നിന്നും 135 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. India's only active volcano is named Barren Island. It is located in the Andaman Nicobar Islands group. It is situated in the Andaman Sea, about 135 kilometers northeast of the capital, Port Blair. The volcano has erupted several times in recent history. Question: Why is the eastern coast called the coast of deposition? എന്തുകൊണ്ടാണ് ഈസ്റ്റേൺ കോസ്റ്റിനെ കോസ്റ്റ് ഓഫ് ഡെപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്? ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റിനെ കോസ്റ്റ് ഓഫ് ഡെപ്പോസിഷൻ എന്ന് വിളിക്കാറുണ്ട്. കാരണം വന്നിട്ട് ഈ ഒരു കോസ്റ്റ് വന്നിട്ട് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി മൂലമാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി പോലെയുള്ള ലാർജ് പെനിൻസുലാർ റിവേഴ്സ് ഈ ഒരു വഴിയാണ് ഒഴുകുന്നത്. അപ്പോൾ ഇവർ ഒഴുകുന്ന സമയത്ത് സ്ലിറ്റും അതുപോലെ സെഡിമെന്റ്സ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു കോസ്റ്റിന്റെ അലോങ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വന്നിട്ട് വൈഡും ഫെർട്ടൈൽ ആയിട്ടുള്ള ഡെൽറ്റാസും പ്ലെയിൻസും ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് വന്നിട്ട് ഈസ്റ്റേൺ കോസ്റ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടിയാണ്. അതുകൊണ്ടാണ് ഈസ്റ്റേൺ കോസ്റ്റിനെ കോസ്റ്റ് ഓഫ് ഡെപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The eastern coast is also called the coast of deposition because it is primarily formed by depositional activity. Large peninsular rivers like the Mahanadi, Godavari, Krishna and Kaveri flow slowly across wide plains. They carry vast amounts of silt and sediment and deposit them along the coast. This process has created the wide, fertile deltas and plains that characterize the eastern coast. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.